തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം പഞ്ചായത്ത് തിരിച്ചുപിടിക്കുമെന്ന CPM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ്. എന്നാൽ ഒഞ്ചിയമടക്കം RMP ഭരണത്തിലുള്ള 3 പഞ്ചായത്തും നിലനിർത്തുമെന്ന് KK രമ MLA പ്രതികരിച്ചു. ചോറോട് പഞ്ചായത്ത് കൂടി ഇത്തവണ RMP UDF സഖ്യം പിടിച്ചെടുക്കുമെന്നും KK രമ പറഞ്ഞു. ഇപ്പോഴും 2 പഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് ഒഞ്ചിയവും അതോടൊപ്പം തന്നെ ഏറാമലയും RMP സഹകരിക്കുന്ന മുന്നണിയുണ്ട്. CPM ഇത്തവണ എന്താണ് CPMന്റെ ടാർഗറ്റ്? എങ്ങനെ പോകുന്നു മത്സരത്തിൻ്റെ? ഇത്തവണ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം കഴിഞ്ഞ തവണ ഒഞ്ചിയം പഞ്ചായത്ത് നഷ്ടമായത് കേവലം ഒരൊറ്റ വാർഡിന് മാത്രമാണ്. ഒഞ്ചിയം പഞ്ചായത്തിൽ 8 CPIM 9 സീറ്റിൽ CPM വിരുദ്ധരായ എല്ലാവരും കൂടി ചേർന്നാണ് 9 സീറ്റ്. അപ്പോൾ ഇത്തവണ ആ സാഹചര്യം മാറി വലിയ മുന്നേറ്റം ഒഞ്ചിയം പഞ്ചായത്തിൽ CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തുകയാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ഒഞ്ചിയം പഞ്ചായത്ത് ഇത്തവണ എന്തായാലും ഇടതുപക്ഷം നേടുക തന്നെ ചെയ്യും. അതോടൊപ്പം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഏറാമല ഗ്രാമപഞ്ചായത്ത്, അവിടെ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് RJDക്ക് നല്ല സ്വാധീനമുള്ളൊരു പഞ്ചായത്താണ്. അവിടെ CPIM RJDയും ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം വളരെ ശക്തമാണ്. അവിടെയാണെങ്കിൽ പഞ്ചായത്തിനെതിരെ ഒഞ്ചിയത്ത് നിൽക്കുന്നത് പോലെ തന്നെ ഒരുപാട് ജനവിരുദ്ധ വികാരം അവിടെയുണ്ട്. അപ്പോൾ ആ വികാരത്തെ ഉൾപ്പെടെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തി ഒഞ്ചിയത്തും ഏറാമലയിലും ഇത്തവണ ഈ ഭരണത്തെ ജനകീയ മുന്നണി എന്ന രൂപത്തിൽ RMPയും UDFും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം ഇത്തവണ അതിന് അന്ത്യം കുറിക്കും. അതോടൊപ്പം അഴിയൂർ പഞ്ചായത്തും ഇടതുപക്ഷം തിരിച്ചുപിടിക്കും. നിലവിലുള്ളത് ചോറോട് പഞ്ചായത്താണ്. ആ ചോറോട് പഞ്ചായത്ത് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഭൂരിപക്ഷം സീറ്റിലും വർദ്ധിക്കുന്ന മുന്നണിയായിട്ട് ചോറോട് പഞ്ചായത്തിൽ ഇടതുപക്ഷം തുടരും. വടകര മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാണ്. ചോറോട്, ഏറാമല, ഒഞ്ചി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ RMPയുടെ സാന്നിധ്യവും അവരുടെ പിന്തുണയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ MLA KK രമ തന്നെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമാണ്. എങ്ങനെയുണ്ട് ഈ മേഖലയിലെ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? വളരെ സജീവമായിട്ട് പോകുന്നു. ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഒഞ്ചിയം, ഏറാമല, അഴിയൂർ, ചോറോട് മേഖലകൾ, വടകര നിയോജകമണ്ഡലം മൊത്തം. അത് CPM ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അവിടുത്തെ മന്ത്രിമാരുൾപ്പെടെ ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. നല്ല വാശിയേറിയ തിരഞ്ഞെടുപ്പ് രംഗമാണ്. RMP കൂടി ഉൾപ്പെട്ടാണ് ഈ ഒഞ്ചിയമാണെങ്കിലും മറ്റൊക്കെ ഭരിക്കുന്നത്. ഈ സ്ഥലങ്ങൾ ഇത്തവണ ആ സ്ഥലങ്ങളൊക്കെ നിലനിർത്താൻ കഴിയുമ്പോൾ ചോറോടിൻ്റെ കഴിഞ്ഞ നഷ്ടപ്പെട്ടതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? തീർച്ചയായിട്ടും നമ്മളെ നിലവിലുള്ളത് മുഴുവൻ നിലനിർത്തുകയും ചോറോട് തിരിച്ചുപിടിക്കുകയും ചെയ്യും. വടകര മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ തിരിച്ചുപിടിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ട്രെൻഡാണ് താഴേക്കിടയിലേക്കുള്ളത്. ഒന്ന്, ജനവിരുദ്ധമായ വികാരങ്ങൾ, ഭരണവിരുദ്ധ വികാരങ്ങൾ വലിയ തോതിൽ എല്ലായിടത്തും നിലനിൽക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഈ തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയം പിടിക്കാൻ CPMന് അത്ര എളുപ്പമാകുമോ? എത്രത്തോളം ആത്മവിശ്വാസമാണ് വിഷയത്തിൽ CPMനുള്ളത്? എന്താണ് RMP പറയുന്നത്? ഈ RMPയുടെ രൂപീകരണം അതോടൊപ്പം TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം, അതിന് ശേഷം ഈ ഒഞ്ചിയം, അതോടൊപ്പം ഏറാമല, ചോറോട്, അതോടൊപ്പം അഴിയൂർ, ഈ 4 പഞ്ചായത്തുകളിലാണ് RMPയുടെ സ്വാധീന മേഖലകൾ എന്ന് പറയുന്നത്. ഈ മേഖലകൾ ഒരു ഘട്ടത്തിൽ CPMന് പൂർണ്ണമായി നഷ്ടമായിരുന്നു. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചോറോട് CPM തന്നെ ഭരണം നടത്തി. അപ്പോഴും ഒഞ്ചിയം എന്ന് പറയുന്ന ചുവന്ന മണ്ണ്, രക്തസാക്ഷികളുടെ മണ്ണ് CPMന് നഷ്ടപ്പെട്ടിരുന്നു. മാത്രമല്ല ഏറാമല പഞ്ചായത്തിലും ഭരണം RMPയും UDFും ചേർന്ന് ജനകീയ മുന്നണിയെ മത്സരിച്ചു. അതുകൊണ്ട് അഴിയൂരിലും അവർ ഭരണം നിലനിർത്തുന്നു. അതുകൊണ്ട് 3 പഞ്ചായത്തുകൾ ഇപ്പോൾ RMP ഭരണത്തിൽ ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അവിടെ വിഭാഗീയത നടത്തൽ വലിയ തോതിൽ ഇപ്പോൾ CPMലില്ല. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒഞ്ചിയം പഞ്ചായത്ത്, കാരണം ഒഞ്ചിയം പഞ്ചായത്തിൽ ഒരൊറ്റ സീറ്റിൻ്റെ മാത്രം ബലത്തിലാണ് ഇപ്പോൾ RMP UDF മുന്നണി ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിലാണ് പിന്നെ CPM ഉള്ളത്. ഏരിയ സെക്രട്ടറിയുടെ വാക്കുകൾ അതാണ് നമുക്ക് നൽകുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഏറാമലയിലും ശക്തമായ മത്സരം നടക്കുന്നുണ്ട്. അതോടൊപ്പം അതും തിരിച്ചു പിടിക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. അതേസമയം അവിടെ RMP UDFുമായി സഹകരിച്ചാണ് മത്സരിക്കുന്നത്. RMP UDF സഖ്യത്തെ വലിയ കല്ലുകടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അഴിയൂരും അതോടൊപ്പം ഏറാമലയും ഒഞ്ചിയും നിലനിർത്താൻ കഴിയുമെന്നും കഴിഞ്ഞ തവണ 2 സീറ്റുകൾക്ക് നഷ്ടപ്പെട്ട ചോറോടുകൂടി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അവിടെ KK രമയുടെ നേതൃത്വത്തിൽ RMPയുടെ ശക്തമായ പ്രചരണമുണ്ട്. മാത്രമല്ല വടകര ഷാഫി പറമ്പിൽ വിജയിച്ചതിന് ശേഷം ഈ മേഖലകളൊക്കെ തന്നെയും ഷാഫി പറമ്പിൽ കൂടി പ്രചരണത്തിനുമൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ആത്മവിശ്വാസത്തിലാണ് അവരുള്ളത്. അതേസമയം ഒഞ്ചിയ പഞ്ചായത്തെങ്കിലും തിരിച്ചു പിടിച്ചുകൊണ്ട് ആ ഒരു വിഭാഗീയതയുടെ ഒരു കാലം മാറ്റി എഴുതിയാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് CPM ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഈ 4 പഞ്ചായത്തുകളിൽ ആരാണ് വിജയിച്ചതെന്നായിരിക്കും ഈ RMP മേഖല സംബന്ധിച്ചുള്ള നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൗതുകമായ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് ഈ മേഖലയിൽ നിന്നായിരിക്കും.